ഫോൺ ചെയ്ത് എടുക്കുകയില്ല. ഒന്നില്ലെങ്കിൽ നമ്മുടെ കോള് കണ്ട് തിരിച്ചു വിളിക്കണ്ടേ, ആ ഒരു മര്യാദ കാണിക്കണ്ടേ. ആരാ ഗിരീഷ് ഏട്ടത്? ആ സുരയായി ഇന്ന് ക്ലബിന്റെ ചിട്ടിയാണ്. ചിട്ടി വിളിച്ചിട്ട് എത്രയാണ്? ക്ലബിന്റെ ചിട്ടി വിളിച്ചാലല്ലേ നമുക്ക് ഇനി കൊടുക്കാനുള്ളവർ കൊടുക്കാൻ പറ്റുള്ളൂ. കിട്ടാനുള്ള പൈസ വാങ്ങിയെടുത്ത് കൊടുക്കാനുള്ളവർ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു ചൊറ. ഓ, അല്ലാത്തൊരു സംഭവം. ഇത് നോക്കൂ, അവന്റെ ചിട്ടിന്റെയാണ്. ഓ. ഇവൻ കഴിഞ്ഞ പ്രാവശ്യത്തിന്റെ മുമ്പിലത്തെ പ്രാവശ്യം അടച്ചിട്ടില്ല. ഇതെല്ലാം ഞാൻ തന്നെ ഇനി അടയ്ക്കണം. കാരണം അവനെ ചേർത്തത് ഞാനാണേ. ഈ കാര്യം നമ്മുടെ ക്ലബിന്റെ ഇടയിൽ പറയാൻ പറ്റുമോ? ഇതെന്താ സൂര, നിങ്ങൾ പറഞ്ഞെടുത്തല്ലുള്ളൂ. 100 ആയുസാണ്. എന്താ സുര എത്ര പ്രാവശ്യം വിളിക്കുന്നത്? ഒന്ന് തിരിച്ചു വിളിക്കാലോ, അതല്ല ഒരു മര്യാദ. ഗിരീഷ് ഏട്ടാ, നിങ്ങൾ വിളിക്കുമ്പോഴേ ഞാൻ പെട്രോൾ പമ്പിലായിരുന്നു. പെട്രോൾ പമ്പിൽ നിന്ന് ഫോൺ എടുക്കാൻ പറ്റില്ല നിങ്ങൾക്ക് അറിയില്ലേ? അതെന്താ പെട്രോൾ പമ്പിൽ ഫോൺ എടുത്താൽ പോലീസ് പിടിക്കുമോ? നിങ്ങൾ ഏത് കാലത്താണ് ജീവിക്കുന്നത്? മൊബൈൽ പെട്രോൾ പമ്പിൽ നിന്ന് എടുത്താലേ സ്പാർക്ക് വന്നിട്ട് അപകടം ഉണ്ടാവില്ലേ? ഓ, അങ്ങനെ പിന്നെ പൊട്ടിത്തെറിക്കല്ലേ? ചേട്ടാ ശരിയെന്നാ, ഇന്ന് വൈകിട്ട് 7 മണിക്ക് ഞാൻ വരാട്ടോ. നറുക്കെടുക്കുന്ന സമയത്ത് വരാം. ഞാൻ വരും, പറഞ്ഞ വരും. അല്ല അർജുൻ, ഈ പെട്രോൾ പമ്പിൽ ഫോൺ എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നില്ലേ, അത് വല്ല കാര്യമുണ്ടോ? അതിലൊന്നും ഒരു കാര്യമില്ല ഗിരീഷേട്ടാ. ഈ സ്പാർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന എനർജി ഒന്നും നമ്മുടെ മൊബൈലില്ല. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്നൊക്കെ വാക്ക് കേൾക്കുമ്പോൾ ജനങ്ങൾക്ക് എന്തോ ആണെന്നുള്ള ധാരണ. പക്ഷെ അതിന് ഇലക്ട്രിസിറ്റി ആയിട്ട് യാതൊരു ബന്ധവുമില്ല. നമ്മൾ ഇതിനേക്കാളും വലിയ ബാറ്ററി ഉപയോഗിച്ചിട്ട് നമ്മൾ കാറിലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പെട്രോൾ പമ്പിലേക്ക് പെട്രോൾ അടിക്കാനും മറ്റും പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ വല്ല സ്പാർക്ക് ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ തീ പിടിക്കാനുള്ള സാധ്യതയുള്ളൂ. അപ്പം പിന്നെ എങ്ങനെ ഈ നിയന്ത്രണമൊക്കെ വന്ന്? എവിടെയെങ്കിലും അപകടം ഉണ്ടായിട്ടാണല്ലോ ഈ നിയന്ത്രണം വരുന്നത്. അതെന്താ കാര്യം അറിയോ? ഈ 90കളുടെ അവസാന കാലഘട്ടങ്ങളിൽ ഇന്തോനേഷ്യയിൽ വെച്ചിട്ട് കാറിൽ വെച്ചൊരു പെട്രോൾ പമ്പിൽ കാറിലകത്ത് വെച്ചിട്ടൊരു അപകടം ഉണ്ടായി. അതിനകത്ത് മൊബൈൽ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഉള്ള പഠനങ്ങളിലോ പഠിച്ച റിപ്പോർട്ടുകളിലോ ഈ മൊബൈലാണ് തീ പിടിക്കാൻ കാരണമെന്നുള്ളത് ആരും കണ്ടെത്തിയിട്ടില്ല. പെട്രോൾ പമ്പിന്റെ ഉള്ളിൽ പോയി ബീഡി വലിക്കുക, അടുപ്പ് കൂട്ടി തീ കത്തിക്കുക, ഇത് മൊബൈൽ മാത്രം അവിടെ പോയി. എന്തേ ലോജിക്കാണ്? യഥാർത്ഥത്തിൽ പെട്രോളല്ല കത്തുന്നത്, അതിൻ്റെ ബാഷ്പമാണ്. ഈ ബാഷ്പത്തിൽ അതിൻ്റെ ഡെൻസിറ്റിയും ഓക്സിജനും അതിൻ്റെ കൂടെ സ്പാർക്കും ഉണ്ടെങ്കിലേ പെട്രോൾ കത്തുള്ളൂ. നിങ്ങൾക്ക് ഒരു ഉദാഹരണത്തിന് നിങ്ങളൊരു പാത്രത്തിൽ പെട്രോൾ ആക്കിയിട്ട് സിഗരറ്റ് കുറ്റി വേണമെങ്കിൽ മുക്കി കെടുത്താൻ പറ്റും. ഇത് ഞാൻ തിയററ്റിക്കലി പറഞ്ഞാണ്, നിങ്ങളാരും ശ്രമിച്ചു നോക്കരുത് കേട്ടോ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഇടിമിന്നൽ വരുമ്പോൾ നമുക്ക് മൊബൈൽ ഉപയോഗിക്കാൻ പറ്റുമോ? അതിലൊന്നും ഒരു കാര്യമില്ല, ഉപയോഗിക്കാം. അതായത് മിന്നൽ എന്ന് പറയുന്നത് ഊർജ്ജ പ്രവാഹമാണ്. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നൊക്കെ പറയും. അതിൻ്റെ പാതയിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾക്ക് മിന്നലേൽക്കും. അതിന് മൊബൈലൊന്നും ഒരു കാരണമല്ല. പക്ഷേ ഇലക്ട്രിക് വയറിലൂടെ മിന്നലേൽക്കാം. അതുകൊണ്ടാണ് നമ്മൾ ഈ വീടുകളിൽ അൺപ്ലഗ് ചെയ്യണമെന്ന് പറഞ്ഞത്. ടി വിയോ മൊബൈലൊക്കെ ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അൺപ്ലഗ് ചെയ്യണം പറയുന്നത് അതുകൊണ്ടാണ്. ഇതുപോലെ പല തെറ്റിദ്ധാരണകളുണ്ട്. മൊബൈൽ നമുക്ക് 2 അടി മാറ്റി വെക്കണം, എന്താ പറയുക, ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് വെക്കണം. പക്ഷേ മൊബൈൽ തലേൻ്റെ അടിയിൽ വെച്ച് കിടക്കാൻ പാടില്ല. അങ്ങനെ കിടക്കുകയാണെങ്കിൽ ചില ഉറക്കത്തിനൊക്കെ ചില ഇഷ്യൂസ് ഉണ്ടാകും. യഥാർത്ഥത്തിൽ നമുക്ക് ദോഷം ചെയ്യുന്നത് എക്സ്റേ, അൾട്രാവയലറ്റ്, പിന്നെ ഗാമ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. അതൊക്കെ നമ്മുടെ DNA നശിപ്പിക്കുന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് യൂട്യൂബിലും മറ്റുള്ളതിലൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ കാണാൻ ആർക്കാ സമയം? ഇതൊന്നും നോക്കാറില്ല. നമുക്കൊരു അനുഭവം വരുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത്. നമ്മളെ ഒരു ക്ലയൻറ്റ് നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ പെട്രോൾ പമ്പിലാണോ അല്ലെങ്കിൽ ഇടിമിന്നലുള്ള സമയമാണോ എന്ന് അവർക്കറിയില്ല. അവർ വിളിക്കുമ്പോൾ നമ്മൾ ഫോൺ എടുത്തില്ലെങ്കിൽ കച്ചവടം ആമ്പിളേര് കൊണ്ടുപോകും. ഈ ഇടിമിന്നലും ഈ പൊട്ടിത്തെറിയും ഇതൊന്നും പേടിക്കാണ്ടിരിക്കാൻ ഒറ്റ വഴിയുള്ളൂ. ഈ വണ്ടിയും മൊബൈലും ഒക്കെ ഒഴിവാക്കുക. സ്വസ്ഥം, സമാധാനം.